നിങ്ങളെ ഇന്ന് പോയതമ്മ. അപ്പൊ എന്തെങ്കിലും വരുന്നൊന്നുമില്ലേ ഡോക്ടറെ കണ്ടിട്ട്? അതിന് എന്താ നിങ്ങൾക്ക് അസുഖം? എൻ്റെ അമ്മ, അതൊക്കെ ഇതിനൊന്നും അതൊന്നും അസുഖമല്ലാന്ന്. അതിനെന്താ പറഞ്ഞത് ഡോക്ടർ? ഈ മരുന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല. അത് കഴിക്കണം, എന്നാലേ അസുഖം മാറുള്ളൂ. ഡോക്ടറെ കാണാൻ മരുന്ന് വാങ്ങിക്കണം, അത് മാത്രമേ ഉള്ളൂ. കഴിക്കണം എന്നില്ലല്ലോ. ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനി ഞാൻ വരണമെങ്കിൽ അങ്ങോട്ട് വരാം. എന്നാ ശരി ശരി. കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല. ആരാ അമ്മേ? എന്താ പറഞ്ഞ? എന്താ അസുഖം പറഞ്ഞ? അമ്മ പോയിട്ട് കുറച്ച് ദിവസം ആയല്ലോ. അച്ഛൻ്റെ അടുത്തേക്ക് പോയതാണ്. അല്ല എന്തെങ്കിലും വരാത്ത ചോദിക്കാൻ ഞാനേ. എന്തിനാണ് അങ്ങോട്ട് വരുന്നത്? അത് അവിടെ 10 ദിവസം സമാധാനത്തിൽ നിന്നോട്ടെ. പിന്നെന്താണ്? അല്ല അവിടെ ഇപ്പൊ മറ്റേ അമ്മയില്ല? അവിടെ ഇല്ലല്ലോ. അതിപ്പോ അവരെ മൂത്ത മകൻ ദുബായിലാണ്. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയി. അത് ശരി. അപ്പൊ തന്ത മാത്രമേ ഇവിടെ ഉള്ളൂ, ഒറ്റയ്ക്കാണായി. ശരി. ഒരു അനുജഞ്ഞക്കല്ലേ വേറെ? അവനവിടെ ഉണ്ട്. അവൻ കുഴപ്പമൊന്നുമില്ല, അവൻ നല്ലതാ. അവന്റെ ഭാര്യയും കുട്ടികളൊക്കെ ഇവിടെ തന്നെ? അവിടെ തന്നെ. അല്ല അവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അത് 4 ദിവസം സമാധാനത്തില് നല്ല ഭക്ഷണം കഴിച്ചാൽ അവിടെ നിന്നോട്ടെ. തരക്കടൊന്നും ഇല്ലല്ലോ. അല്ല എന്നാലും കുറെ ദിവസം ആകുമ്പോഴേ ഈ അങ്ങോട്ട് പോയി കണ്ടോ? പോയി കൊണ്ടുവരേണ്ടി വരും. അവിടേക്കാണ് പോക്ക്. അല്ല എന്തായി മറ്റേ സാധനം? അത് ഫർണിച്ചർ കടയിൽ പോയിട്ട് കിട്ടിയാ? നടന്നില്ലടാ. അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു സാധനം അതങ്ങനെയുള്ളൂ. നമ്മൾ ആവശ്യത്തിന് പോയാൽ കാണൂല, അല്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ഇരിക്കണ്ടാവും. ഞാൻ കൊറേ തെരഞ്ഞ്, അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കറക്റ്റ് സാധനം കിട്ടണില്ല. എനിക്കത് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റും. എന്താ എന്റെ ഉദ്ദേശം എന്താണ്? ഞാനത് എടോ ചങ്ങായി, നമ്മുടെ സാധാരണ മേശ തന്നെ, അത് പക്ഷെ അത്ര ഹൈറ്റ് വേണ്ട. എന്നിട്ട് അതിന് ഒരു 2 തട്ട് പോലെ ആക്കിയിട്ട് അങ്ങനെ തുറക്കാൻ പറ്റുന്ന ഡോറൊക്കെ വെച്ചിട്ട് 2 മേശക്ക് ഡോർ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാനതേ വരച്ച് കാണിച്ചു തരാം. എനിക്ക് അതിന്റെ ഒരു മോഡല് വരച്ച് കാണിച്ചു തരാം. അതെ, ഇത് നോക്കിയേ. എൻ്റെ ഒരു ഇതെങ്ങനെ വരിക വെച്ചണ്ടാ. ഇതപ്പോ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോ ഇങ്ങനെ ഒരു ഇങ്ങനെ തന്നെ ഇങ്ങനെ ഒരു ഇത്. എന്നിട്ട് ഇവിടെ നമ്മൾ അടച്ചിട്ടുണ്ടാവും. ഇതവിടെ ഇങ്ങനെ അടച്ചിട്ടുണ്ടാവും. പിന്നെ സെന്ററിൽ കൂടെ ഒരു ഡിസൈനൊക്കെ ആയിട്ട് ഇവിടെ 2 ഡോറും ഇവിടെ തുറക്കാം. ഇവിടെ വന്ന് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി നമുക്ക് ഇതങ്ങനെ ഇവിടെ അങ്ങനെ ഒരു കാല് അതവിടെയും ഇവിടെയും ഇതങ്ങനെ ഇറങ്ങി ഇതങ്ങനെ ചെറിയ കാല് അതിങ്ങോട്ട് ഹൈറ്റ് വേണ്ട. ഇവിടെ കടഞ്ഞിട്ടുണ്ടാവും. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. എന്നിട്ട് ഇത് അങ്ങോട്ട് നീക്കാം. ഇതുണ്ടോ? എന്തത് മോതിരാണല്ലോ. അത് വല്ല മുക്കിന്റെ മുക്കല്ലത്, സ്വർണത്തിന്റെ. അല്ലല്ല, അത് സ്വർണ്ണ കനുണ്ട്. സ്വർണത്തിന്റെ ആണ്. ഇതാരുടേത്? റസിയാടൊക്കെ പോയിട്ടിച്ചിങ് അവിടെ കടക്കപ്പുറത്തി ഉണ്ടാവില്ല. അതാ ഓൾഡല്ലേ. ഇവിടെ ചോദിച്ചു നോക്കിയാ മല്ലിയുടെ ആണോ ചോദിച്ചോക്കെ. മല്ലിയൊക്കെ അവിടെ മോതിരം അല്ല ചോദിച്ചോക്ക്. ഇല്ല ചങ്ങായി, മല്ലിയൊക്കെ മോതിരം ഉണ്ടാക്കുന്ന ഞാൻ അറിയില്ല. കല്യാണത്തിന് കൂടി മോതിരിട്ടില്ല. പിന്നെ വല്ല വിരുന്നുകാർ ഇവിടെ വന്നവർ ആരെങ്കിലും പോയതാവും. ഒന്ന് അന്വേഷിച്ച് നോക്കിയേ. ആരെങ്കിലും പോയത് വല്ലതും പറഞ്ഞോന്ന് ചോദിച്ചു നോക്കിയേ. സ്വർണ്ണാണത്. അത് സ്വർണ്ണാണ്. മല്ലിക, റസിക, റസിയ വിളിക്കാറുണ്ട്. റസിയ, റസിയ എവിടെ പോയി കിടക്കാണ് ഇവള്? എന്താണ്? അതെ, ഒരു സ്വർണ്ണമോതിരം കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ആരുടെയൊക്കെ ആണോ ചോദിക്കാൻ വേണ്ടി. എന്താക്രാന്താ വിറ്റേക്ക് സ്വർണ്ണം അങ്ങോട്ട് പറഞ്ഞാല്? സ്വർണ്ണാട്ടോ, അല്ലാണ്ട് പിന്നെ ഞങ്ങള് സ്വർണം തന്നെയല്ലേ പറഞ്ഞ ഞങ്ങളോട്. ആണോ? ഇത് ഇവിടെ പരീക്കുട്ടി മറ്റൊരു ഇതിങ്ങനെ വരച്ച് കാണിച്ചപ്പോ ഈ മണ്ണെന്ന് ഇവിടുന്ന് കിട്ടിയാണേ. ആ കോലോണ്ട് തോണ്ടിയപ്പോ ഇങ്ങനെ വന്നാൽ ഇതിപ്പോ ആരെവിടെ കൊണ്ടുവന്നിട്ട് ആരെങ്കിലും ആവും വീട്. ഇങ്ങടല്ലോ, എന്റെ അല്ല. അന്ന് അങ്ങോട്ട് കാട്ടിക്കാണേ. അത് ഇന്റെ അല്ലാന്ന് പറയാ. എനിക്ക് മോതിരില്ലല്ലോ, എന്റേതല്ല. അപ്പൊ എനിക്ക് മോതിരം ഉണ്ടെങ്കിലും അല്ലല്ലോ. ആരെങ്കിലും വന്നവിടെ?
ജോസോട്ടിയും ജെസ്സിയും വന്നിട്ടുണ്ടായിരുന്നു. ആ ജെസ്സി വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ മോതിരൊക്കെ ജെസ്സി അല്ലേ ഇടല്? ഞാൻ എന്നാ ഓളൊന്ന് വിളിച്ച് ചോദിക്കാം. ആ ചോദിക്കേ. ഇനിയിപ്പൊ ബാഗിൽ നിന്നിട്ട് ചാടിപ്പോയതാണെങ്കിൽ അല്ല ഇത് നിങ്ങൾ ഇങ്ങനെ വെച്ചോട്ടോ, ഇങ്ങനെ തന്നെ അടച്ച് ഇങ്ങനെ വെച്ചോട്ടോ, ഞാൻ ചോദിച്ചിട്ട് വരാം. ഇത് മോതലെന്നാലോചിച്ചോ, ഇത് അറിയാതെ എനിക്ക് തന്നാലും വെച്ചിട്ടേ ഞാൻ അടച്ചു വെച്ചോന്ന് ആലോചിച്ച് നോക്കി. ജെസേ ഫോൺ അടിക്കണ നിന്റെ. ഹലോ റസിയ. ആ എടി, നിന്റെ മോതിരം വല്ലതും പോയാ? മോതിരോ? ആ ഇല്ലല്ലോ, എന്തേ? അല്ല, ഇവിടുന്ന് ഒരു മോതിരം കിട്ടി. സ്വർണ്ണ മോതിരോ? ആണെടി, നടുക്കൊരു കല്ലൊക്കെ ഉണ്ട്. ആ എന്റേതല്ലേടി. ആ നോക്കുമ്പോ ഒരു 3/4 പവനുണ്ട്. അപ്പൊ ഇക്ക പറഞ്ഞു ഇനിയിപ്പൊ ഈ ഇവിടെ വന്ന വഴി എങ്ങാനും പോയതാണോന്നൊന്ന് ചോദിക്കാന്ന് വിചാരിച്ച്. എന്റേതൊന്നും അല്ല. ആ ആ എന്നിട്ട് എന്ത് ചെയ്തു മോതിരം? അല്ല, അതിപ്പോ ആരുടെയെന്ന് അറിയില്ലല്ലോ. ഇനിയിപ്പൊ ആരും വന്നിട്ടില്ലെങ്കിൽ വല്ല അനാഥാലയത്തിലെങ്ങാനും കൊടുക്കാം. അതെന്തിനാണ് നീ ഇട്ടോണ്ട് നടക്കുന്നേ? ആരെങ്കിലും വന്ന് ചോദിച്ചാലും കൊടുക്കൊന്നും വേണ്ടെങ്കിൽ. പിന്നെ കണ്ടോന്റെ മുതലൊന്നും നിക്ക് വേണ്ട, ഈ വെച്ചിട്ട് പോയ എന്റെ അല്ലല്ലോ. എന്റെ അല്ലാന്ന്. ആ ശരി. ശരി. എന്താണ്? ആ അവരുടെ വീടിന്റെ മുറ്റത്ത് നിന്നങ്ങാണ്ട് ഒരു മോതിരം കിട്ടിയത് എന്റേതാണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ച. വല്ല ചെമ്പിന്റെ ആയിരിക്കും, അല്ലെ അവള് വിളിക്കാന്നുമില്ല. ചെമ്പൊന്നും അല്ല, സ്വർണ്ണ മോതിരാന്ന്. 3/4 പവൻ വരും അത്രേ. ആണാ? എന്നിട്ട് എന്തിനാ നീ ഇല്ലെന്ന് പറഞ്ഞത്? എന്റെ അല്ലാത്തോണ്ട്. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാ പോരെ അത്. അതെന്തിനാണ്? ഒരാൾ വിളിച്ചിട്ട് ഇവിടുന്ന് ഒരു മോതിരം കിട്ടി നിന്റെ ആണോ എന്ന് വിളിച്ച് ചോദിക്കുമ്പോ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമേ എന്ന് പറയണോ? അല്ല, അവരുടെ ആരുടെ അല്ലേ അത്? അവരുടെ ആരുടെ അല്ല, അവരുടെ എന്തോ അനാഥാലയത്തിൽ കൊടുക്കാൻ പോവാണെന്ന്. ആണോ? എങ്ങനത്തെ മോതിരമാണ്? എന്തോ കല്ലുള്ള മോതിരാന്ന് എന്തോ പറഞ്ഞേ. ആണോ? എന്ത് കളറും അല്ലേ? ഞാൻ അതൊന്നും ചോദിച്ചില്ല. അത് കറിയണമെങ്കിൽ പോയി ചോദിക്കും. ഇതെന്തോ പോലീസുകാരെ പോലെ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ. മോതിരം വെറുതെ കളഞ്ഞു കിട്ടി.